കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ച് കേരളമാകെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ, ജാതി അടിസ്ഥാനമായ സാമൂഹ്യ വ്യവസ്ഥയെ തുടച്ചു മാറ്റുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത പങ്കുകൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. 1947 ശേഷം, ഇന്ത്യക്ക് സ്വന്തം കിട്ടിയതിന് ശേഷവും കേരളത്തിനകത്ത് ജന്മിത്വ വ്യവസ്ഥ നിലനിന്നിരുന്നു. അന്ന് പൂഴ്ത്തിവയ്പ്പലും കാർഷിക ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവയ്ക്കുന്നതും അതുപോലെ അധിക നികുതി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പണി ജന്മിമാർ ചെയ്തുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഇതിനെതിരെ വലിയ സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അന്ന് ഒഞ്ചിയത്ത് 1948 ഏപ്രിൽ മാസം 30 ഇടതുപക്ഷ പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ് നേതൃത്വത്തിലെ പോലീസ്, അന്ന് ചെറുപയർ പട്ടാളം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു പോലീസ് ഉണ്ടായിരുന്നു, അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ കയറി കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അന്ന് അവരെ തടഞ്ഞത്, പോലീസിനെ തടഞ്ഞത് നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ്. അന്ന് അവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് തടഞ്ഞ നാട്ടുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും 4 റൗണ്ടാണ് ഒഞ്ചിയത്തെ പോലീസ് അന്ന് വെടിവെച്ചത്. അതിനുശേഷം മണ്ടോട്ടിക്കണ്ണനും കൊല്ലാച്ചേരി കുമാരനും പോലീസിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി തുടരുന്നത് ഒഴിവാക്കണമെന്നും കോൺഗ്രസിന് ജയ് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജയിലിലെ ലോക്കപ്പിലെ ചുമരിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ച് രക്തസാക്ഷിത്വം വരിച്ചവരാണ് ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റുകാർ. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ തുടച്ചു മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.